ഹായ്, ഞാൻ റീന വി ജോർജ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. US വിസിറ്റിനെ കുറിച്ചുള്ളതായിരുന്നു. US വിസ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ അതിന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈപ്പ് വിസയാണ് എന്ന് തീരുമാനിക്കുക. അതായത് നമ്മളിവിടെ B1 B2 വിസയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഫോമിന്റെ പേരാണ് DS-160 എന്ന് പറയുന്നത്. അപ്പോൾ DS-160 ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് DS-160 ഫോം എടുക്കാം. ഓക്കെ, നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ US വിസ എന്നടിക്കുക. ഓക്കെ, US വിസ, then US വിസ ഡോക്സ്. ഓക്കെ, താഴേക്ക് പോകുമ്പോൾ US ട്രാവൽ ഡോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഫോർ എ US വിസ. ഓക്കെ, നമ്മൾ ചൂസ് യുവർ ലൊക്കേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യ ആയി സെലക്ട് ചെയ്യാം. ഇന്ത്യ, അപ്ലൈ ഫോർ എ US വിസ ഫ്രം ഇന്ത്യ. ഓക്കെ, ദെൻ ഐ നീഡ് എ നോൺ ഇമിഗ്രന്റ് വിസ. ഓക്കെ, ദെൻ ഒരു നോട്ടീസാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പം അതിൽ ഈ 2025 ജാനുവരി 1 മുതൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യമേ സാധിക്കൂ എന്നുള്ള ഒരു പുതിയ ചേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നോ യുവർ വിസ ടൈപ്പ് ആണ്. നമ്മൾ അത് തീരുമാനിച്ചു, B1 B2 വിസയാണ്. അതായത് ടൂറിസം ഉദ്ദേശിച്ചിട്ടുള്ള വിസയാണ്, ബിസിനസ് ഓർ ടൂറിസം. ഓക്കെ, ദെൻ ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പാണ് കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. ടു ആക്സസ് ഓൺലൈൻ നോൺ ഇമിഗ്രന്റ് വിസ ആപ്ലിക്കേഷൻ ഫോം DS-160 ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതാണ് DS-160യുടെ ഫോം. ഫില്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ആപ്ലിക്കേഷൻ ID നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് നമ്മൾ കുറിച്ച് വെക്കണം. പിന്നീട് ഇത് ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇത് ടൈം ഔട്ട് ആവും. അത്രയും പോകണമെന്നില്ല, അപ്പോഴേക്കും ടൈം ഔട്ട് ആവും. ടൈം ഔട്ട് ആവുമ്പോൾ പിന്നെ നമ്മൾ റിട്രീവ് ചെയ്ത് കയറണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ID നമ്പറും അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും നമ്മൾ ഫില്ല് ചെയ്ത ഡാറ്റാസും ആവശ്യമാണ്. ഫില്ല് ചെയ്ത ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കണം. അപ്പൊ അത് ആവശ്യമായി വരും. ഓക്കെ, ഇനി പേരിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ പേര് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ മീര P ജോസ്, അങ്ങനെയാണ് ഒരാളുടെ പേര് എന്ന് വിചാരിക്കുക. ഇവിടെ മീര എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം ആണ്, ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ഗിവൺ നെയിം. P ജോസ് എന്ന് പറയുമ്പോൾ പിയുടെ എക്സ്പാൻഷൻ പുത്തൻ വീട്ടിൽ എന്നാണ്. അപ്പൊ ഈ പുത്തൻ വീട്ടിൽ എന്ന് പറയുന്നത് മിഡിൽ നെയിം ആണ്. അതുപോലെ തന്നെ ജോസ് എന്ന് പറയുന്നത് ലാസ്റ്റ് നെയിം ആണ്. അപ്പൊ അതായത് മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും കൂടി കൂടിയതാണ് സർനെയിം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ പാസ്പോർട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ മീര പുത്തൻ വീട്ടിൽ ജോസ് എന്ന് പറഞ്ഞാൽ മീര ഗിവൺ നെയിം, പുത്തൻ വീട്ടിൽ ജോസ് എന്ന് പറയുന്നത് സർനെയിം. ഓക്കെ, ഇനി നമുക്ക് ഇതില് സെലക്ട് ലൊക്കേഷൻ. ഇന്ത്യ, ചെന്നൈ ആണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ. ഓക്കെ, ഇനി ക്യാപ്ച എൻട്രി ചെയ്യാം. ഇത്രയും എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ DS-160 ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ ID ലഭിച്ചിട്ടുണ്ട്. ഈ ID നമ്പർ നമ്മൾ കുറിച്ച് വെക്കുക, ഫിൽ ചെയ്യാൻ ആരംഭിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സർനെയിം ആണ് കൊടുക്കേണ്ടത്. സർനെയിം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഗിവൺ നെയിം ഇവിടെ കൊടുക്കുക. ഫുൾ നെയിം ഇൻ നേറ്റീവ് ആൽഫബറ്റ് അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഡസ് നോട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ,
പിന്നെ ഹാവ് യു എവർ യൂസ്ഡ് അതർ നെയിംസ്? നോ കൊടുക്കാം. ഡു യു ഹാവ് എ ടെലികോഡ് ദാറ്റ് റെപ്രസെന്റ്സ് യുവർ നെയിം? നോ കൊടുക്കാം. പിന്നെ സെക്സ് അടിച്ചു കൊടുക്കുക, മാരിറ്റൽ സ്റ്റാറ്റസ് അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം സേവ് ചെയ്യുക. ഓക്കെ. സേവ് ചെയ്ത് പോകണം എപ്പോഴും. സേവ് ചെയ്ത് പോയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടൈം ഔട്ട് ആയാൽ പിന്നെ വീണ്ടും ഇതെല്ലാം അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ എപ്പോഴും സേവ് ചെയ്ത് മുൻപോട്ട് പോകണം, അടുത്ത പേജുകളിലേക്ക് പോകണം. ഓക്കെ. അടുത്ത പേജിലേക്ക് വന്നു. കൺട്രി ഓർ റീജിയൻ, ഒറിജിൻ, നാഷണാലിറ്റി. നാഷണാലിറ്റി നമ്മൾ ഇന്ത്യ കൊടുക്കുന്നു. ഡു യു ഹോൾഡ് ഓർ ഹാവ് യു ഹെൽഡ് എനി നാഷണാലിറ്റി other than the one indicated above on nationality? No. Are you a permanent resident of a country or region other than your country or origin? No. National identification number, നമുക്ക് അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇടാം. പിന്നെ US സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതൊന്നും നമുക്കില്ല. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഡസ് നോട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ. US ടാക്സ് പെയർ ID നമ്പർ, അത് നമുക്ക് ഇല്ല, ഇല്ലേ? ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവാം. നമ്മൾ സേവ് ചെയ്തപ്പോൾ നമ്മൾ സൈറ്റിൽ നിന്ന് ഔട്ടായി. അപ്പൊ സൈറ്റിൽ നിന്ന് ഔട്ട് ആവുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് വീണ്ടും കയറണം. ഓക്കെ. ക്യാപ്ചർ കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് തുടങ്ങിയതാണ്, അപ്പൊ നമ്മൾ ഔട്ട് ആയതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ അല്ല കൊടുക്കുക, റിട്രീവ് ആൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ID കൊടുക്കണം, അതുപോലെ തന്നെ റിട്രീവ് ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. ഫസ്റ്റ് 5 ലെറ്റേഴ്സ് സർനെയിം കൊടുക്കണം, അതുപോലെ തന്നെ ഇയർ ഓഫ് ബർത്ത് കൊടുക്കുക, വാട്ട് ഈസ് ദ ഗിവൺ നെയിം ഇൻ യുവർ സെക്യൂരിറ്റി ക്വസ്റ്റിന്റെ ആൻസർ കൊടുക്കുക. ഇത്രയും കൊടുത്ത് റിട്രീവ് ആൻ ആപ്ലിക്കേഷൻ എഗെയിൻ കൊടുക്കുക. കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ വീണ്ടും നമ്മൾ ആ പേജിൽ വന്നു. വീണ്ടും നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ട്രാവൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വളരെയധികം സമയം എടുക്കുന്നതുകൊണ്ട്, അതായത് വീഡിയോ വളരെയധികം നീണ്ടു പോകുന്നതുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്തിയിട്ട് ഫില്ല് ചെയ്ത ഫോമിന്റെ കോപ്പിയുണ്ട്, ഫില്ല് ചെയ്ത് പ്രിന്റ് എടുത്ത കോപ്പിയുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെയേറെ സമയം ആവശ്യമായി വരുന്നു. ഓക്കെ. ഇത് ഞാൻ ഫില്ല് ചെയ്തതാണ്, എൻ്റെ വിസ ആപ്ലിക്കേഷന്റെ ഫില്ല് ചെയ്ത ഫോമാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഡിസ്കഷൻ മുന്നോട്ട് പോകാം. അപ്പൊ ഇത് പേഴ്സണൽ ഡാറ്റാസ് ആയതുകൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യുന്നതിന് തടസ്സമാവുന്നില്ല. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. നെയിം പ്രൊവൈഡഡ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നെയിം ഫില്ല് ചെയ്തതാണ്. ദെൻ നമ്മൾ മാരിറ്റൽ സ്റ്റാറ്റസ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞതാണ്. നാഷണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ പറഞ്ഞു ഡസ് നോട്ട് അപ്ലൈ. യുവർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഡസ് നോട്ട് അപ്ലൈ. യുവർ ടാക്സ് പെയർ ID നമ്പർ ഡസ് നോട്ട് അപ്ലൈ. ഓക്കെ. ദെൻ ഹോം അഡ്രസ്, അടുത്തത് നമ്മുടെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഹോം അഡ്രസ് ഇവിടെ ഫില്ല് ചെയ്യുക. സിറ്റി ഫില്ല് ചെയ്യുക. സ്റ്റേറ്റ് ഓർ പ്രോവിൻസ് കേരള. പോസ്റ്റൽ കോഡ് അതും ഫില്ല് ചെയ്യണം. പിന്നെ കൺട്രി ഓർ റീജിയൻ ഇന്ത്യ. സെയിം മെയിലിംഗ് അഡ്രസ്, യെസ്. ഓക്കെ. പ്രൈമറി ഫോൺ നമ്പർ കൊടുക്കുക. വേറെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ സെക്കൻഡറി ഫോൺ നമ്പർ കൊടുക്കുക. വർക്ക് ഫോൺ നമ്പർ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ. ഞാനത് ഡസ് നോട്ട് അപ്ലൈ ആണ് കൊടുത്തത്. ഞാൻ റിട്ടേൺ ചെയ്തിരുന്നു. ഓക്കെ. ഹാവ് യു യൂസ്ഡ് അഡീഷണൽ ഫോൺ നമ്പേഴ്സ് ഇൻ ദ ലാസ്റ്റ് 5 years? യെസ് കൊടുക്കാം. ഇമെയിൽ അഡ്രസ് കൊടുക്കുക, അത് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് നന്നായിരിക്കും. ഹാവ് യു യൂസ്ഡ് അഡീഷണൽ ഇമെയിൽ അഡ്രസ്സസ്? നോ. ദെൻ ഡു യു ഹാവ് എ സോഷ്യൽ മീഡിയ പ്രസൻസ്? അത് നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. സോഷ്യൽ മീഡിയ ഐഡന്റിഫൈ ചെയ്യാനുള്ള പേര് നമ്മൾ കൊടുക്കുക.
ഹാവ് യു യൂസ്ഡ് അഡീഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇൻ ദ ലാസ്റ്റ് 5 years? യെസ് ഓർ നോ കൊടുക്കുക. പാസ്പോർട്ട് ട്രാവൽ ഡോക്യുമെന്റ് ടൈപ്പ്. ഇനി അടുത്ത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. റെഗുലർ ആണ് നമ്മുടെ പാസ്പോർട്ട്, റെഗുലർ കൊടുക്കുക. പാസ്പോർട്ട് ട്രാവൽ ഡോക്യുമെന്റ് നമ്പർ, പാസ്പോർട്ടിന്റെ നമ്പർ ഇവിടെ കൊടുക്കണം. ഓക്കെ. പാസ്പോർട്ട് ബുക്ക് നമ്പർ അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല, ഡസ് നോട്ട് അപ്ലൈ. കൺട്രി ഓർ അതോറിറ്റി ദാറ്റ് ഇഷ്യൂഡ് പാസ്പോർട്ട് നമ്മുടെ ഇന്ത്യ ആണ്. സിറ്റി വേർ ഇഷ്യൂഡ്, എവിടെയാണ് ഇഷ്യൂ ചെയ്തതെന്ന് കൊടുക്കുക. കൺട്രി ഓർ റീജിയൻ വേർ ഇഷ്യൂഡ് അതും കൊടുക്കുക. ഇഷ്യൂവൻസ് ഡേറ്റ്, നമുക്ക് എന്നാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കിട്ടിയത് അത് കൊടുക്കുക. ഇതിപ്പോ 2022 ഡേറ്റ് ആണ്, അപ്പൊ ആ ഡേറ്റ് കൊടുക്കുക. എക്സ്പയറി ഡേറ്റും കൊടുക്കുക, 2032 ഒരു ഡേറ്റ്. ഹാവ് യു എവർ ലോസ്റ്റ് പാസ്പോർട്ട് ഓർ ഹാഡ് സ്റ്റോളൻ? നോ കൊടുക്കുക. Then the list of purposes of trip to the US. ഇനി നമ്മളുടെ പർപ്പസിനെ കുറിച്ചാണ് ഡീറ്റെയിൽസ് കൊടുക്കുക. പർപ്പസ് ഓഫ് ട്രിപ്പ് ടു ദ US, നമ്മൾ എന്ത് ഉദ്ദേശത്തിനാണ് പോകുന്നതെന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ടെമ്പററി ബിസിനസ് പ്ലഷർ വിസിറ്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ബി ടൈപ്പ് വിസയാണ്, ടൂറിസം ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ ഫിൽ ചെയ്യേണ്ട ഓപ്ഷൻസ് ഇതാണ്, ബിസിനസ് പ്ലഷർ വിസിറ്റ്. ഇനി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക ബിസിനസ് ആൻഡ് ടൂറിസം. ടെമ്പററി വിസിറ്റർ ആണ്, B1 or B2 വിസ. ഓക്കെ. ഹാവ് യു മെയ്ഡ് സ്പെസിഫിക് ട്രാവൽ പ്ലാൻസ്? നോ എന്നാണ്. നമുക്ക് വിസ കിട്ടിയാതെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്കൊരു ഐറ്റിനറി ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോൾ പോകും, എപ്പോൾ തിരിച്ചു വരും, ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇന്റർനെറ്റ് ഡേറ്റ് ഓഫ് അറൈവൽ, അവിടെ നമ്മൾ എത്തുന്ന ഡേറ്റ്, ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുക്കുക. 5th May 2025. ഓക്കെ. ഇന്റർനെറ്റ് ലെങ്ത് ഓഫ് സ്റ്റേ, നമ്മൾ എത്ര കാലം അവിടെ ഉണ്ടാവും. ഞങ്ങൾ 1 month ആണ് കൊടുത്തത്, അത് 2 months 3 months up to 6 months കൊടുക്കാമെന്ന് തോന്നുന്നു. അഡ്രസ് വേർ യു വിൽ സ്റ്റേ ഇൻ ദ US. അപ്പൊ US നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് കൊടുക്കുക, നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ റിലേറ്റീവിനെയാണ് വിസിറ്റ് ചെയ്യുന്നത് എങ്കിൽ റിലേറ്റീവിന്റെ അഡ്രസ് കൊടുക്കുക. ഓക്കെ. ഞങ്ങൾ ബ്രദറിന്റെ വീട്ടിലാണ് ഉദ്ദേശിച്ചത്, അപ്പൊ ബ്രദറിന്റെ അഡ്രസ് ആണ് ഇവിടെ കൊടുത്തത്. ഇപ്പൊ ഇനി നമ്മൾ ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ ഹോട്ടലിന്റെ അഡ്രസ് കൊടുക്കുക. പേഴ്സൺ ഓർ എൻറ്റൈറ്റി പേയിങ് ഫോർ യുവർ ട്രിപ്പ്, അതർ പേഴ്സൺ. അതായത് ഇവിടെ ഞങ്ങൾ അവിടെയുള്ള പേയ്മെന്റ്, നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്, അതായത് നമുക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളാണ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടി വരും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. അപ്പൊ നമ്മൾ അവിടെയുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വേണം. കുറച്ചു കാലത്തേക്ക് മാത്രമായിട്ട് അങ്ങനെ പൈസ ഇടുമ്പോൾ അവർക്ക് അതൊരു റിലയബിൾ ആയിട്ട് തോന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ എമൗണ്ട് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ബ്രദർ പേ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അപ്ലൈ ചെയ്തത്. ഞങ്ങളുടെ എക്സ്പെൻസുകൾ, US-ലുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത് ബ്രദർ ആണെന്നാണ് നമ്മുടെ ഡോക്യുമെന്റേഷൻ നടത്തിയത്. അപ്പോൾ അതർ പേഴ്സൺ എന്ന് കൊടുത്തു ഇവിടെ. ഇനി നെയിം ഓഫ് പേഴ്സൺ പേയിങ് ഫോർ യുവർ ട്രിപ്പ്, അത് നെയിം ഓഫ് ബ്രദർ ആണ് കൊടുത്തത്. ഓക്കെ. ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ഇതെല്ലാം ബ്രദറിന്റെ കൊടുത്തു. റിലേഷൻഷിപ്പ് ടു യു, അതർ റിലേറ്റീവ്, ഓപ്ഷൻ. ഈസ് ദ അഡ്രസ് ഓഫ് ദ പാർട്ടി പേയിങ് ഫോർ യുവർ ട്രിപ്പ് ദ സെയിം ആസ് യുവർ ഹോം ഓർ മെയിലിംഗ് അഡ്രസ്? നോ. അപ്പൊ ഇവിടെ ബ്രദറിന്റെ അഡ്രസ്, പേയേഴ്സ് അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പോസ്റ്റൽ കോഡ്, കൺട്രി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ. ആ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പൊ ഇത് നമ്മളെ ബ്രദർ ആണ് പേ ചെയ്യുന്നത് എന്ന് വരുമ്പോ മറ്റു ചില കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് നമ്മൾ കാണിക്കണം. I-134 എന്ന് പറയുന്ന ഒരു ഫോം ഫിൽ ചെയ്ത് കോൺസുലേറ്റിൽ കൊടുക്കണം. ബ്രദർ ആണ് പേ ചെയ്യുന്നത്, ബ്രദർ അതിന് തയ്യാറാണ് എന്നുള്ള ഒരു ഫോമാണ്. അതോടൊപ്പം ബ്രദറിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വേണം, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് വേണം, അതിന്റെയൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം. അപ്പൊ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എങ്ങനെ റെഡിയാക്കാമെന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. അതോടൊപ്പം നമ്മളല്ല പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ പോലും നമ്മളുടെയും ITR, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, വളരെയേറെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ റെഡിയാക്കണം. അടുത്തത് അതർ പേഴ്സൺസ് ട്രാവലിംഗ് വിത്ത് യു. അപ്പോൾ എന്റെ കൂടെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ യെസ് കൊടുത്തു. ആർ യു ട്രാവലിംഗ് ആസ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ? നോ. ദെൻ പേഴ്സൺസ് ട്രാവലിംഗ് വിത്ത് യു, നെയിം ഓഫ് സ്പൗസ്. എന്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ നെയിം ഇവിടെ കൊടുക്കണം.
റിലേഷൻഷിപ്പ്, സ്പൗസ്, നെയിം ടു, നെയിം ഓഫ് സിസ്റ്റർ ഇൻ ലോ. ഇപ്പൊ സിസ്റ്റർ ഇൻ ലോയും ഉണ്ടായിരുന്നു, അപ്പൊ നെയിം ഓഫ് സിസ്റ്റർ ഇൻ ലോ ഇവിടെ കൊടുക്കുക. അതർ റിലേറ്റീവ്, റിലേഷൻഷിപ്പ്. ഓക്കെ. ഹാവ് യു എവർ ബീൻ ഇൻ ദ US? നോ. ഹാവ് യു എവർ ബീൻ ഇഷ്യൂഡ് എ US വിസ? നോ. ഇതിനെല്ലാം യെസ് ആൻസർ ഉള്ളവർ യെസ് കൊടുക്കണം. ഹാവ് യു എവർ ബീൻ റിഫ്യൂസ്ഡ് എ US വിസ? നോ. ഹാസ് എനിവൺ എവർ ഫയൽഡ് an immigrant petition on your behalf with the United States citizenship, etc. അപ്പൊ ഇത് യെസ് ഉള്ളവര് യെസ് കൊടുക്കുക. ഞങ്ങളുടെ കേസിൽ നോ ആയിരുന്നു. കോണ്ടാക്ട് പേഴ്സൺ നെയിം ഇൻ ദ US, അപ്പോൾ ബ്രദറിന്റെ പേര് കൊടുക്കുക. ഓർഗനൈസേഷൻ നെയിം ഇൻ ദ US, നമുക്ക് അങ്ങനെ ഒരു അറിവില്ല, ഡു നോട്ട് നോ. റിലേഷൻഷിപ്പ് ടു യു, റിലേറ്റീവ്. ഇനി US കോണ്ടാക്ട് അഡ്രസ്, അപ്പോൾ US അഡ്രസ് കൊടുക്കാം, ബ്രദറിന്റെ അഡ്രസ് കൊടുക്കാം. ദെൻ ഫാദേഴ്സ് സർനെയിം, നമ്മളുടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് വീണ്ടും. ഇപ്പൊ എന്റെ ഫാദറിന്റെ സർനെയിം കൊടുക്കണം, ഫാദറിന്റെ പേര് കൊടുക്കണം, ഫാദേഴ്സ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഈസ് യുവർ ഫാദർ ഇൻ ദ US? നോ. ദെൻ മദേഴ്സ് സർനെയിം, മദേഴ്സ് ഗിവൺ നെയിം, മദേഴ്സ് ഡേറ്റ് ഓഫ് ബർത്ത്, അത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. ഈസ് യുവർ മദർ ഇൻ ദ US? നോ. ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് ബേസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ പേര്. അപ്പൊ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കണം. ഡു യു ഹാവ് എനി ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് നോട്ട് ഇൻക്ലൂഡിംഗ് പാരന്റ്സ് ഇൻ ദ US? നോ. ഡു യു ഹാവ് എനി അതർ റിലേറ്റീവ്സ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? യെസ്. ഇവിടെ ഞാൻ യെസ് കൊടുത്തു, മറ്റു റിലേറ്റീവ്സ് അവിടെയുണ്ട്, അപ്പൊ അതുകൊണ്ട് യെസ് കൊടുത്തു. വീണ്ടും ഫാമിലി ഇൻഫർമേഷൻ അബൌട്ട് സ്പൗസ്, നമ്മുടെ സ്പൗസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. സ്പൗസസ് ഫുൾ നെയിം, ഇപ്പൊ ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കൺട്രി ഇന്ത്യ. ദെൻ നാഷണാലിറ്റി, ദാറ്റ്സ് ഇന്ത്യ. സ്പൗസസ് സിറ്റി ഓഫ് ബർത്ത് അത് കൊടുക്കുക. അത് സ്പൗസിന്റെ പാസ്പോർട്ടിലുള്ളത് പോലെ തന്നെ കൊടുക്കുക. സ്പൗസസ് കൺട്രി ഓർ റീജിയൻ ഓഫ് ബർത്ത് ഇന്ത്യ. സ്പൗസസ് അഡ്രസ് സെയിം ആസ് ദ ഹോം അഡ്രസ് കൊടുക്കുക. പ്രൈമറി ഓക്യുപ്പേഷൻ, എന്റെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുക, അപ്പോ റിട്ടയർഡ്. ഓക്കെ. ദെൻ വി ആർ പ്രീവിയസ്ലി എംപ്ലോയിഡ്. യെസ്, പ്രീവിയസ്ലി എംപ്ലോയിഡ് ആണ്. എംപ്ലോയേഴ്സ് നെയിം, എംപ്ലോയേഴ്സ് അഡ്രസ്, സിറ്റി, നമ്മളുടെ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ ഹെഡിന്റെ അഡ്രസ്, പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. സ്റ്റേറ്റ്. ദെൻ പോസ്റ്റൽ സോൺ ഓർ സിപ്പ് കോഡ് അത് കൊടുക്കുക. കൺട്രി ഓർ റീജിയൻ ഇന്ത്യ. ടെലിഫോൺ നമ്പർ കൊടുക്കുക. ദെൻ ജോബ് ടൈറ്റിൽ ടീച്ചർ ആയിരുന്നു, ടീച്ചർ. സൂപ്പർവൈസേഴ്സ് സർനെയിം അത് കൊടുക്കുക. ഗിവൺ നെയിം, എംപ്ലോയ്മെന്റ് ഡേറ്റ് ഫ്രം ടു, ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ബ്രീഫ്ലി ഡിസ്ക്രൈബ് യുവർ ഡ്യൂട്ടീസ് ഫോർ ടീച്ചിങ് ആൻഡ് ഗൈഡിങ് സ്റ്റുഡൻസ്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ എന്റെ കേസിൽ അതായിരുന്നു കൊടുക്കുക. ഹാവ് യു അറ്റൻഡഡ് എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് എ സെക്കൻഡറി ലെവൽ ഓർ എബവ്? അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ്. നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളെവിടെ എന്താണ് പഠിച്ചത്, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അഡ്രസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സിറ്റി കൊടുക്കുക. സ്റ്റേറ്റ് ഓർ പ്രോവിൻസ്. പോസ്റ്റൽ കോഡ് കൊടുക്കുക. കൺട്രി കൊടുക്കുക. പഠിച്ച കോഴ്സിന്റെ പേര് കൊടുക്കുക. ഇപ്പൊ ഡിഗ്രി ആണ്, ഡിഗ്രി BSc മാത്തമാറ്റിക്സ്. ഓക്കെ. Then date of attendance from, attendance to, പഠിച്ച ഇയർ, ഡേറ്റ് സഹിതം കൊടുക്കുക. നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇനി അടുത്ത കോഴ്സിന്റെ ആണ് നമ്മൾ കൊടുക്കുക. നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ അഡ്രസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സിറ്റി, പ്രോവിൻസ്. ഓക്കെ. പോസ്റ്റൽ കോഡ് ഇന്ത്യ. ദെൻ കോഴ്സിന്റെ പേര് MSc in മാത്തമാറ്റിക്സ്. ഓക്കെ. ഇനി ഡേറ്റ് ഓഫ് അറ്റൻഡൻസ് ഫ്രം, അത് ഓഗസ്റ്റ്, ഇയർ കൊടുക്കുക, മാർച്ച്, ഇയർ. ഓക്കെ. നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്ത മൂന്നാമത്തെ, അതിന് പേര് കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അഡ്രസ്, സിറ്റി, പോസ്റ്റൽ കോഡ്, സ്റ്റേറ്റ് എല്ലാം കൊടുക്കുക. കോഴ്സിന്റെ പേര് കൊടുക്കുക. BA ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ്. ഓക്കെ. ഡേറ്റ് ഓഫ് അറ്റൻഡൻസ് ഫ്രം ടു, അത്രയും കൊടുക്കുക. ഓക്കെ. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അടുത്തത്. ഡു യു ബിലോങ് ടു എ ക്ലാൻ ഓർ ട്രൈബ്? നോ. പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജ് യു സ്പീക്ക്. അപ്പൊ നമ്മള് സംസാരിക്കാൻ അറിയാവുന്ന ഭാഷകൾ, നമുക്ക് മലയാളവും ഇംഗ്ലീഷും മാത്രമേ എനിക്ക് അറിയൂ സംസാരിക്കാനായിട്ട്, അപ്പൊ അത് കൊടുക്കുക. ഹാവ് യു ട്രാവൽ ടു എനി അതർ കൺട്രീസ്, റീജിയൻസ് വിത്തിൻ ദ ലാസ്റ്റ് 5 years?
അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയിട്ടുണ്ടോ, ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ യെസ്. ഓക്കെ. പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് കൺട്രീസ് വിസിറ്റഡ്. അപ്പൊ ഇവിടെ ഞങ്ങൾ 2 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ടൂറിസം ആയിരുന്നു, സിംഗപ്പൂരും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പാസ്പോർട്ടിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ടൂറിസത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് അറിയുന്നത് അവർക്ക് കൂടുതൽ താല്പര്യമുളവാക്കുന്നതാണ്. കാരണം നമുക്ക് വിസ തരുമ്പോൾ എപ്പോഴും അവരുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുമോ എന്നുള്ളതാണ്. നമ്മൾ അവിടെ തിരിച്ചു പോരാതെ അവിടെ കറങ്ങി അവരുടെ ഒരു ബാധ്യതയാകുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആശങ്ക. അപ്പൊ നമ്മൾ പുറത്ത് പോകാറുണ്ട്, നമ്മൾ പല രാജ്യങ്ങളും സന്ദർശിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അടുത്തത്, ഹാവ് യു ബിലോങ് ടു, കോൺട്രിബ്യൂട്ടഡ് ടു എനി പ്രൊഫഷണൽ സോഷ്യൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ? യെസ് ഓർ നോ കൊടുക്കാം. ഇവിടെ നോ ആയിരുന്നു. Then do you have specialized skills or training such as firearms, explosives, etc.? Yes or no കൊടുക്കാം. ഇവിടെ no. Have you ever served in the military? No. Have you ever served in being member of paramilitary unit, vigilant unit, rebel group, etc.? No. Do you have a communicable disease of public health significance? നമുക്ക് ഏതെങ്കിലും ഡിസീസസ് ഉണ്ടോ? ഡിസീസസ് പറഞ്ഞിട്ടുണ്ട്. ഡിസീസസ് ഉണ്ടോ എന്നുള്ളതാണ് യെസ് ഓർ നോ കൊടുക്കുക. നോ. ഡു യു ഹാവ് എ മെന്റൽ ഓർ ഫിസിക്കൽ ഡിസോർഡർ എക്സെട്ര? അപ്പൊ ഇവിടെ നോ കൊടുക്കുക. നമ്മൾ ഈ കാര്യങ്ങളിൽ യെസ് ആണ് ആൻസർ എങ്കിൽ യെസ് തന്നെ കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ആർ യു ഓർ ഹാവ് യു എവർ ബീൻ എ ഡ്രഗ് അബ്യൂസർ? നോ. ഹാവ് യു എവർ ബീൻ അറസ്റ്റഡ് ഓർ convicted for any offense or crime? No. Have you ever violated or engaged in a conspiracy to violate any law relating to controlled substances? No. Are you coming to the United States to engage in prostitution or unlawful commercialize the voice? Or have you been engaged in prostitution or procuring prostitutes within the past 10 years? No. Have you ever been involved in or do you seek to engage in money laundering? No. Have you ever committed or conspired to commit a human trafficking offense? No. Are you the spouse, son or daughter of an individual who has committed or conspired to commit a human trafficking offense? No. Have you knowingly aided, abetted, assisted, etc. With an individual who has committed or conspired to commit a severe human trafficking offense, etc.? No. Do you seek to engage in espionage, sabotage or export control violations, etc.? No. Do you seek to engage in terrorist activities while in the United States, etc.? No. Have you ever or do you intend to provide financial assistance or other support, etc.? No. Are you the spouse, son or daughter of an individual who has engaged in terrorist activity, etc.? No. Have you ever ordered, incited, committed, etc. or participated in genocide? No. Have you ever committed, ordered, incited, etc. participated in torture? No. Have you committed, ordered, incited, etc. participated in extrajudicial killings, etc.? No. Have you ever engaged in the recruitment or the use of the child soldiers? No. Have you, while serving as a government official, been responsible for a directly carried out at any time, particularly severe violations of religious freedom, etc.? No. Have you ever been directly involved in the establishment or enforcement of the population controls forcing a woman to undergo an abortion, etc.? No. Have you ever been directly involved in the coercive transplantation of human organs, etc.? No. Have you ever sought to obtain or assist others to obtain a visa, entry into the United States, etc.? No. Have you ever been removed or deported from any country? No. Have you ever withheld custody of a US citizen child outside the United States from a person granted legal custody by a US court? No.
Have you voted in the United States in violation of any law or regulation? No. Have you ever renounced United States citizenship for the purpose of avoiding taxation? No. Okay. ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. 30 ഡേയ്സ് വരെ നമുക്കിത് സേവ് ചെയ്തിടാം. 30 ഡേയ്സിനുള്ളിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ ആപ്ലിക്കേഷൻ ID ഉപയോഗിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ 30 ഡേയ്സ് കൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിനെ കുറിച്ച് I-134, അതുപോലെ തന്നെ നമ്മളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ ഇൻവൈറ്റേഷൻ ലെറ്റർ വേണം, അങ്ങനെയുള്ള ലെറ്റേഴ്സ് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം ചാനല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.